ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നുള്ളത് മാംഗോ മിഡോസിൻ്റെ ചിൽഡ്രൻസ് പാർക്കിലാണ്, കോട്ടയത്താണ്. അതിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു റെസ്റ്റോറൻറ്റ് കാണാം. അത് കണക്ക് തന്നെ പാർക്കിംഗ് കാണാം. നമ്മുടെ വാഹനം വലിയ വാഹനമായതുകൊണ്ട് തന്നെ പുറത്ത് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അകത്ത് കയറി നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടർ, റൈറ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അവിടെ വന്ന് ടിക്കറ്റ് കൗണ്ടറിൽ ഉള്ളിലേക്ക് കയറി. പെർ ഹെഡ് 400 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. ഇതാണ് പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിലൂടെയാണ് നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. ആദ്യം തന്നെ ഗൈഡ് നമുക്ക് ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്നും അതിനെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു തന്നു. അതിനുശേഷം നമുക്ക് ഇവിടെ ചുറ്റിക്കാണണമെങ്കിൽ ചെറിയ ബസ്സുകളും ചെറിയ മോട്ടോർ സൈക്കിളുകളുമുണ്ട്. ബസ്സിന് ഏകദേശം 40 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. മോട്ടോർ സൈക്കിളും ഏകദേശം 30 രൂപയോളം പെർ ഹെഡ് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ നടന്ന് ആസ്വദിക്കാൻ തന്നെ തീരുമാനിച്ചു. നമ്മൾ മുന്നോട്ട് നടന്നു തുടങ്ങി. ആദ്യം തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പരശുരാമ പ്രതിമ നമുക്കിവിടെ കാണാം. അത് കണ്ട് ആസ്വദിച്ച ശേഷം നമ്മൾ മുന്നോട്ട് നടന്നു. അതിനുശേഷം നമ്മൾ ചെറിയൊരു പാലത്തിലൂടെയാണ് നടക്കുന്നത്. ഈ പാലത്തിൻ്റെ പ്രത്യേകത 1 രൂപ നാണയങ്ങൾ കട്ട് ചെയ്ത ബാലൻസ് ഷീറ്റാണ്. അതിൻ്റെ പുറത്തുകൂടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വലിയ കുളത്തിൽ ഏകദേശം 2 അടിയോളം വലുപ്പമുള്ള മീനുകളുണ്ട്. ഈ കുളത്തിൽ നമുക്ക് മീനൂട്ടുള്ളാൻ സൗകര്യമുണ്ട്, പക്ഷെ മഴയായതുകൊണ്ട് നമുക്ക് അത് സാധിച്ചില്ല. അതിനുശേഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബൈബിളാണ് നമ്മൾ അടുത്തതായി കണ്ടത്. ഏകദേശം 1 നില കെട്ടിടത്തോളം വലുപ്പമുണ്ട് ഈ ബൈബിളിന്. അതിനുശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നു. ഇനി അടുത്തത് നമുക്ക് കുട്ടികളുടെ ആക്ടിവിറ്റീസ് സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ കുട്ടികളുടെ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തെത്തി. ആദിയും ഉണ്ണിയും കാശിയും ഒക്കെ മുകളിൽ കയറി അവരവരുടേതായ രീതിയിലുള്ള കളികൾ തുടങ്ങി. അതിനോട് ചേർന്ന് തന്നെ വലിയവർക്കുള്ള അമ്പെയ്ത്തും നടക്കുന്നുണ്ട്. അതിനോട് തൊട്ട് അടുത്ത് തന്നെ ഷൂട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുകയും അമ്പെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. അവിടെ തന്നെ നല്ല നാടൻ ശൈലിയിൽ രൂപപ്പെടുത്തിയ ഒരു ചായക്കട നമ്മൾ കണ്ടു. ആ ചായക്കടയിൽ കയറി ഒരു ചായയും കടികളും കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തതായി നമ്മൾ കണ്ടത് ഒരു ജലചക്രമാണ്. ജലചക്രം കാണുന്ന കണക്കല്ല, അത്ര സുഖമുള്ള പരിപാടിയല്ല ഇത് ചവിട്ടുന്നതെന്ന് ചിക്കുവിൻ്റെ ചവിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. വളരെ ബുദ്ധിമുട്ടുണ്ട് ഇത് ചവിട്ടുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അടുത്തത് വാച്ച് ടവർ ആണ്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഇവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഒറ്റ നോട്ടത്തിൽ കാണാം. നമുക്ക് മഴയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റിയില്ല. ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ 4 വീലുകളുള്ള സൈക്കിളുകൾ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ കൗതുകം ഊർന്ന കാഴ്ചകൾ ഉണ്ട്. അവിടെ നിന്ന് നേരെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലോട്ട് വന്നു. സ്വിമ്മിംഗ് പൂളിൽ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡാണ് സ്വിമ്മിംഗ് പൂളും. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയ പൂളുകൾ, ചെറിയ വാട്ടർ ബോട്ടുകൾ ഇതൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചതും പൂളിലാണ്. ഈ കാണുന്ന ട്രെയിനിൽ കയറിയാൽ ഈ പാർക്ക് മുഴുവൻ ചുറ്റിക്കാണാനുള്ള സൗകര്യമുണ്ട്. ഇതിന് നമ്മൾ അഡീഷണൽ ടിക്കറ്റ് എടുക്കണം. നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡിങ് അല്ല ഇത്. അധികം സ്പീഡിലൊന്നുമില്ല, വളരെ സാവധാനം നമുക്ക് കറങ്ങി കാണാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതും കുട്ടികൾക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. സിംഹത്തിൻ്റെ വായിലൂടെ നമ്മൾ അകത്ത് കയറിയ ശേഷം കുട്ടികൾക്ക് ആവശ്യമായ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കയറിയത് ഒരു പെഡൽ ബോട്ടിലാണ്. ഈ പെഡൽ ബോട്ട് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡിങ് ആണ്. ഈ പെഡൽ ബോട്ടിലൂടെ നമുക്ക് ഒരുപാട് സമയം ഇവിടെ നമ്മൾ ചിലവഴിച്ചു. 2 മുതൽ 6 പേർക്ക് ഒരുമിച്ച് സഞ്ചരിക്കാൻ പറ്റിയ ബോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. അവിടെ നിന്ന് നമ്മൾ നേരെ എത്തിയത് ഒരു വലിയ അക്വേറിയത്തിലാണ്. ഒരുപാട് മത്സ്യങ്ങളും പല നിറത്തിലുമുള്ള ഒരുപാട് മത്സ്യങ്ങൾ അടങ്ങിയ ഒരു വലിയ അക്വേറിയത്തിലാണ് നമ്മൾ എത്തിയത്. അവിടെ നിന്ന് നമ്മൾ നേരെ കൊട്ടവഞ്ചിയിൽ കയറാൻ വന്നത്. പക്ഷേ കൊട്ടവഞ്ചിയിൽ കയറാൻ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറിയില്ല. ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്താണ് കൊട്ടവഞ്ചിയിലുള്ള യാത്ര. ഇവിടെ ചൂണ്ടയും തീറ്റയും വെച്ചിട്ടുണ്ട്. നമുക്ക് ചൂണ്ടയിടാനുള്ള സൗകര്യവും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. നൈറ്റ് സ്റ്റേ ചെയ്യുവാൻ വേണ്ടി അഡീഷണൽ വില്ലകളും പ്രൈവറ്റ് പൂളുകളും ഇവരിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിമനോഹരമായ വില്ലകൾ.
ഇത് ഈ കുളത്തിൽ കിടക്കുന്ന മീനുകൾക്കുള്ള തീറ്റയാണ്. നമ്മൾ വന്ന സമയത്ത് നല്ല മഴയുള്ളതിനാൽ നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ സാധിച്ചില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ ലേശം ശമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മീനുകൾക്ക് തീറ്റകൾ ഇട്ട് കൊടുക്കുകയും ഏകദേശം നേരത്തെ പറഞ്ഞ കണക്ക് 2 അടി വലിപ്പമുള്ള മത്സ്യങ്ങളാണ് ഈ കുളത്തിൽ അധികവും ഉള്ളത്. അവയെല്ലാം വന്ന് നമ്മുടെ തീറ്റ തിന്നുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മൾ മാംഗോ മെഡോസിൽ അടിച്ചു പൊളിച്ചു. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.